ഇതുണ്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിറച്ച് ബോട്ട് എടുക്കുന്നുണ്ടോ, ചെറിയ ചെറിയ വള്ളങ്ങള്. കുട്ടികൾ നിന്നിട്ട് കളിക്കുന്നു. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ഡ്രൈവിംഗ് അല്ലേ. നമ്മൾ കടൽപ്പാലത്തിന്റെ നടുവിൽ കൂടി വണ്ടിയിൽ പോവാണ്. കണ്ട ഈ വെള്ളത്തിന്റെ കളർ ഉണ്ടോ, എന്തൊരു നീല കളറാണെന്നൊക്കെ. ഒരു സ്പെഷ്യൽ ഒരു ടർക്കോയ്സ് ബ്ലൂ കളർ അല്ലേ. ഈ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ പോലെ വന്ന ടൂറിസ്റ്റുകളാണ്. അവർ ലക്ഷദ്വീപിൽ അഗത്തി ഐലൻഡ് എൻജോയ് ചെയ്യുവാണ്. നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കടൽപ്പാലം. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് വെസ്റ്റേൺ ജെട്ടി എന്നാണ് കേട്ടോ. അതായത് നോർമൽ ബോട്ടുകളൊക്കെ വന്ന് എന്താ പറയുക നങ്കൂരം ഇടുന്ന സ്ഥലമാണിത്. അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇവിടെ വെള്ളത്തിന് ആഴം കുറവാണ്. സോറി, കണ്ടോ, ഇവിടെ നിന്നിട്ട് നമുക്ക് അടിത്തട്ട് കാണാൻ പറ്റും. അതാണ് പ്രത്യേകത. ഇങ്ങനെ ഇറങ്ങാൻ പറ്റും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഒട്ടും ആഴില്ല കേട്ടോ. നമുക്ക് ഇവിടെ ഇറങ്ങി നിൽക്കാൻ പറ്റും. അതായത് ഇത് ശരിക്കും കടലാണെന്നുണ്ടെങ്കിലും ലഗൂണാണ്. അതായത് ഒട്ടും ആഴമില്ലാത്ത കടലാണ് ഇവിടെ. ഈ കുട്ടികൾ ഈ കടലിൽ കളിച്ചോണ്ടിരിക്കാൻ കേട്ടോ, മുങ്ങി കുളിച്ച് നീന്തി കളിച്ചോണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അവർ ഈ ഒരു ബോട്ട് വന്നപ്പം അതിനകത്ത് കയറിയിരുന്ന ഈ കളി. യൂട്യൂബറാ. ചാനലിന്റെ പേര് സജിത സാവരിയ. മലയാളം പറ. അങ്ങനെ, അതാണ് സജിത സാവരിയ. യൂട്യൂബിന്റെ പേരാണ് സജിത സാവരിയ, ചാനലിന്റെ പേര് സജിത സാവരിയ. മലയാളം പറയടാ. ഈ അവസരത്തിൽ ഒരു കാര്യം പറയാം. ലക്ഷദ്വീപില് നമ്മുടെ ലോകത്തിൽ തന്നെ കേരളം കഴിഞ്ഞാൽ മലയാളം സംസാരിക്കുന്ന വേറൊരു നാടെന്ന് പറയുന്നത് ലക്ഷദ്വീപും കൂടിയാണ്. പക്ഷെ ലക്ഷദ്വീപില് മലയാളം മാത്രമല്ല, ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏത് ഒഫീഷ്യൽ ലാംഗ്വേജ് നിങ്ങളുടെ പറ? ജസരി. മോൻ ജസരിയിൽ എന്തെങ്കിലും സംസാരിച്ചേ? പറ. അല്ല, പറ, സംസാരിക്കന്തേലും. എവിടേക്കാ പോകുന്നത് ജസരിയിൽ ചോദിച്ചേ? എവിടേക്ക് പോണ്ടേ? അങ്ങനെയാണോ ജസരി? അത് മലയാളം തന്നെയാണല്ലോ. അല്ല, ജസരി മലയാളം സെയിം ആണോ? എവിടെയൊക്കെ പോണേന്ന് എങ്ങനെയാ ജസറിയിൽ സംസാരിക്കുന്നത്? അതന്നെയാണല്ലേ. അപ്പൊ അവര് കുട്ടികൾ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഈ ബോട്ടിൽ നിന്നിട്ട് എന്ത് ചെയ്യാനാ പരിപാടി? മേളില് തൂങ്ങോ? അത് ശരി. അപ്പൊ കുട്ടികള് തൂങ്ങി കളിക്കാൻ പോവാണ്. ഞാൻ അത് കാണാൻ വേണ്ടിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്താ ഇവന്മാര് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട്. തൂങ്ങുന്നില്ലേ? തൂങ്ങണോ? അത് ശരി, അങ്ങനെയാണല്ലേ. അപ്പൊ ബോട്ട് തിരിഞ്ഞു വരുമ്പോഴാണ് അവര് തൂങ്ങുന്നതെന്നാണ് പറഞ്ഞത്. ഇതാണ് പരിപാടി. തൂങ്ങുക, ചാടുക. കണ്ടില്ലേ? ഇതാണ് ലക്ഷദ്വീപിലെ കുട്ടികളുടെ ഇപ്പോഴത്തെ എന്റർടൈൻമെന്റ്. എന്തല്ലേ, നമുക്ക് ഇതിനകത്ത് ഇറങ്ങാൻ പേടിയാവത്തില്ല ഇങ്ങനെ കാണിക്കാൻ. അടിപൊളി. ദേ ഒരെണ്ണം ഇവിടെ നീന്തുന്നു, ദേ ഒരെണ്ണം രണ്ടെണ്ണം അവിടെ നീന്തുന്നു. അപ്പൊ ബായ്, പിന്നെ കാണാം. അപ്പൊ നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം. നമ്മുടെ ആ വെസ്റ്റേൺ ജെട്ടിയില്ലേ, വെസ്റ്റേൺ ബോട്ട് ജെട്ടിയുടെ സൈഡിൽ കൂടെ നമ്മൾ ആ കടൽപ്പാലത്തിനകത്തൂടെ വന്നപ്പോൾ ഉള്ളൊരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ ഐ ലവ് ലക്ഷദ്വീപ് എന്നൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ ചങ്കത്തിമാരൊക്കെ ഫോട്ടോ എടുക്കുകയാണ്. ഇതുണ്ടോ, നല്ല രസമല്ല ഈ ഒരു ചെറിയ ബോട്ട് കിടക്കുന്ന കാണാൻ. പിന്നെ നമ്മൾ നേരത്തെ നിന്ന കടൽപ്പാലമാണ് അതേ ആ കാണുന്നത്. ആ സന്തൂർ മമ്മിയും
2 പെൺകുട്ടികളും ഇപ്പോഴും അവിടെ തന്നെയാണ്, അവർ കയറിയിട്ടില്ല ഇതുവരെ. ഹായ്. അവരും വന്നിട്ടുണ്ട്. ഇത് ഈ മണലൊരു പ്രത്യേകതരം മണലാണ് കേട്ടോ, നല്ല രസമുള്ള മണലാണ്. ആക്ച്വലി ഇവിടെയൊക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റും, പക്ഷെ കുറച്ചകത്തേക്ക് പോയി കഴിഞ്ഞാൽ പൊതഞ്ഞു പോകും എന്നാണ് നമ്മുടെ മുജാവർ ഖാൻ പറഞ്ഞത്. അല്ല, വെള്ളത്തിൽ ഇറങ്ങൂല. ആ ബീച്ചിൽ ആ മണലിൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്, കുറേ ലേഡീസും കുട്ടികളും ഒക്കെ ആ മണലിരിക്കുന്നുണ്ട്. അതേപോലെ ദൂരെ ആൺകുട്ടികൾ നിന്നിട്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ടോ. അതായത് അവിടെ കുറേ 3-4 കോർട്ട് അവർ പണിഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാം നിന്നിട്ട് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഒരു സൈഡിൽ നിറച്ച് തെങ്ങ്, അതിനിടയിലൊക്കെ ഇവിടുത്തെ ആളുകളുടെ വീടുകളും കാണാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് അതേ ഈ കാഴ്ചയാണ്, നമ്മൾ കണ്ട വെസ്റ്റേൺ ജെട്ടിയാണ് കേട്ടോ. ഇവിടെ ഈ ഫിഷിംഗ് ബോട്ടുകളും അല്ലാത്ത ട്രാവൽ ചെയ്യുന്ന ബോട്ടുകളും ഒക്കെ ഉണ്ട്. ഒരു ലക്ഷദ്വീപിൻ്റെ ഈ ഒരു ആംബിയൻസ് ഭയങ്കര രസമാണ് കേട്ടോ. സൺസെറ്റ് ആവാൻ പോവുകയാണ്, ഈ ഒരു ആംബിയൻസ് നല്ല കിടിലമാണ്. വെറുതെ അല്ല നമ്മുടെ മോദിജി ഇവിടെ വന്നിട്ട് ലക്ഷദ്വീപ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് മുൻകൈ എടുത്തത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നത് ആക്ച്വലി 3 ഐലൻഡുകളിലാണ് വന്നത്. അതിലൊന്ന് അഗത്തിയാണ്, പിന്നെ കവരത്തി, പിന്നൊന്ന് ബംഗാരം. ഈ ഒരു പഴയ ബോട്ടാണ് കേട്ടോ, പൊളിഞ്ഞു കിടക്കുന്നൊരു ബോട്ടാണ്. അത് ചാരി ഇവിടുത്തെ ആളുകൾ ഇരിക്കുന്നുണ്ടോ? നിങ്ങൾ എന്നും ഇങ്ങനെ കാറ്റ് കൊള്ളാൻ വന്നിരിക്കാറുണ്ടോ? എല്ലാ ദിവസവും വരും ഇങ്ങനെ? വൈകുന്നേരം വരും. നിങ്ങളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? ഞാൻ അവിടെയൊക്കെ കുറെ വീട് കണ്ടോ, അവിടെയൊക്കെയാണോ, ഈ ഏരിയയിലാണോ? കുറച്ച് തെക്കോട്ട് പോകണം അല്ലേ? ആണോ? നിങ്ങൾ ശരിക്കും ഈ മലയാളമാണോ ഇവിടെ കൂടുതൽ സംസാരിക്കുന്നത്, അതോ എന്തുവാണ്, ജസരിയാണോ? എന്നാ ജസരിയിൽ എന്തേലും ഒന്ന് പറഞ്ഞേ, ജസരിയിൽ എന്തേലൊക്കെ ഒന്ന് പറഞ്ഞേ. ഞാൻ ചോദിക്കാം. ജസരിയിൽ എന്തേലും എന്നാ ഏത് സ്കൂൾ, ജസരിയിൽ പറയാം കേട്ടോ. ഏത് സ്കൂളിലാണ് പഠിപ്പിച്ചേ? അത് മലയാളമല്ലേ? മലയാളം തന്നെയാണോ ജസരി? ടെക് സ്കൂള്. ഓ അങ്ങനെ, അതായത് ഒരു ചെറിയൊരു ചേഞ്ചസ് അല്ലേ? ശരി ശരി. അപ്പൊ നിങ്ങള് ഇവിടെ എത്ര വർഷമായിട്ട് താമസിക്കുന്നത്? ഒത്തിരി വർഷമായിട്ട് ആണല്ലേ? അപ്പൊ എവിടെ ശരിക്കും നിങ്ങളുടെ മുൻ തലമുറയൊക്കെ എവിടെയാ? കേരളത്തിലായിരുന്നോ മുൻ തലമുറക്കാരൊക്കെ? കേരളത്തിലല്ല, മലബാർ സൈഡിൽ നിന്നൊന്നും അല്ല ആയിരിക്കും അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്, അതാ ഞാൻ ചോദിച്ചത്. മുസ്ലിങ്ങളായിരുന്നു. ഓക്കെ. അപ്പൊ നിങ്ങള് കേരളത്തിലൊക്കെ വരാറുണ്ടോ? അങ്ങോട്ടൊക്കെ വരുമോ? വരാറുണ്ടല്ലേ? ആണല്ലേ? അപ്പൊ നിങ്ങളുടെ ഈ സാധനങ്ങളൊക്കെ, വീട്ടാവശ്യത്തിനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ എങ്ങനെയാ അവിടെ? പത്തേമാരി വരുന്നുണ്ട്, കപ്പലിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ വീടൊക്കെ പണിയാനൊക്കെ ഷിപ്പിലാണോ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്? പത്തേമാരിയില് ഊരു ഊരു ഊരു. വലിയ മനസ്സിലായി. അപ്പൊ ശരി, ഓക്കെ. നിങ്ങളെ കണ്ടതിൽ സന്തോഷം കേട്ടോ. ശരി. ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നു. അപ്പോൾ ഈ ലക്ഷദ്വീപിൽ ആക്ച്വലി അതായത് ഇവിടെ ഇപ്പം താമസിക്കുന്ന ആൾക്കാരുടെ മുൻതലമുറക്കാർ, ഒരുപാട് മുൻതലമുറക്കാർ കേട്ടോ, അവരൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന്, പ്രത്യേകിച്ച് മലബാർ സൈഡിൽ നിന്ന് കുടിയേറി പാർത്തവരാണെന്നാണ് പറയുന്നത്. അപ്പം എനിക്ക് അങ്ങനെ ഒരു അറിവുള്ളത് കൊണ്ട് ഞാൻ അവരോട് ചോദിച്ചതാണ്. അപ്പം അവർക്ക് പക്ഷെ അത് അത്ര അറിവില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഇപ്പം എല്ലാവരും ബീച്ചിലാണ്.